ക്രിസ്തുവേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണമാണ് എന്ന വിഷയത്തെ ആധാരമാക്കി കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. വീണ്ടും അതേ ഭാഗങ്ങൾ തന്നെ ചിന്തിക്കുകയാണ്. അതിന് ചിന്തയുടെ ആരംഭത്തിൽ നമ്മൾ ഉണ്ടായ വിഷയങ്ങൾ, എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യൻ്റെ ശുദ്ധീകരണം ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് മനുഷ്യൻ മലിനപ്പെടുന്നത്, ദൈവത്തിൻ്റെ ശത്രുവായ സാത്താൻ ഇഷ്ടപ്പെടുന്നത്, എന്താണ് മലിനീകരണം, എന്താണ് ശുദ്ധീകരണം എന്നീ വിഷയങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഭാഗം, ശുദ്ധീകരിക്കപ്പെട്ട പാത്രങ്ങളായിരുന്നാൽ അവൻ എങ്ങനെ ഉപയോഗിക്കപ്പെടും, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ചിന്തിപ്പാടിയായി തീർന്നത്. അങ്ങനെ ചിന്തിച്ചപ്പോൾ കർത്താവിൻ്റെ നാമത്തെ ഉച്ചരിക്കുകയും സകല അനീതിയും വിട്ടകലുകയും ചെയ്താൽ ഒരു വലിയ ഭവനത്തിൽ ഹീനപാത്രങ്ങളും ശ്രേഷ്ഠമായ പാത്രങ്ങളും ഉണ്ട്. അതിൽ ശ്രേഷ്ഠമായ പാത്രമായി ഒരു മനുഷ്യൻ പരിണമിക്കാനിടയായിത്തീരും. അതിനെക്കുറിച്ച് 2 തീമോഥെയോസ് ലേഖനത്തിൽ നമ്മൾ ഗ്രഹിച്ചു. ഒരു വലിയ ഭവനത്തിൽ സ്വർണം കൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതും മണ്ണുകൊണ്ടുള്ളതും കല്ലുകൊണ്ടുള്ളതും വിവിധമായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. അതിൽ സ്വർണം കൊണ്ടുള്ള പാത്രങ്ങളും ഉപകരണങ്ങളും ആ ഭവനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും സുരക്ഷിതമായിട്ടുള്ളതും മാനിക്കപ്പെടുന്നതും എല്ലാവരും എപ്പോഴും ഓർമ്മയിലിരിക്കുന്നതുമായ ഒരു പാത്രമാണ് സ്വർണം കൊണ്ടുള്ള പാത്രം. ഇതുപോലെ നാം ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. ദൈവത്തിൻ്റെ ഭവനക്കാരായി ദൈവം വിളിച്ച് വേർതിരിച്ചാൽ അവരെ ഈ പറഞ്ഞതുപോലെ ഹീനപാത്രങ്ങളല്ല, ഏറ്റവും ശ്രേഷ്ഠമായ പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതിന് തന്നിട്ടുള്ള മാർഗമാണ് കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുകയും സകല അനീതിയും വിട്ട് അകന്ന് ജീവിക്കുകയും ചെയ്താൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു പാത്രമായി ഉടമസ്ഥനായ ദൈവം കണക്ക് കൂട്ടുകയും അത്ര ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ശുദ്ധീകരണം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം ഉപയോഗിക്കുന്ന പാത്രമായി തീരണം എന്നുള്ളത് തന്നെ. വീണ്ടും നമ്മൾ ശുദ്ധീകരണത്തിൻ്റെ മറ്റൊരു വശം ചിന്തിക്കുകയാണ്. ആ ശുദ്ധീകരണത്തിങ്കൽ നമ്മൾ മൊർദെഖായി എന്ന കർത്താവിന്റെ ദാസനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എസ്തറിന്റെ പുസ്തകത്തിൽ മൊർദെഖായി എന്ന യഹൂദൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര പുരുഷനാണ്. മൊർദെഖായി രാജാവിൻ്റെ ഒരു സേവകനാണ്, രാജഭൃത്യനാണ്. ആ രാജകൊട്ടാരത്തിൽ തന്നെ യഹൂദന്മാരുടെ ശത്രുവായിട്ടൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനാണ് ഹാമാൻ. ഹാമാൻ മൊർദെഖായിക്ക് വിരോധിയാണ്. അത് വിരോധിയായി തീർന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഹാമാൻ യഹൂദന്മാരുടെ ശത്രുവായി തീർന്നതിനുള്ള കാരണം രാജാവിൻ്റെ ഇഷ്ടനാണ് ഹാമാൻ. രാജാവുമായിട്ട് എപ്പോഴും അടുത്ത് ഇടപഴകുകയും രാജാവിനെ സേവിച്ചുമെല്ലാം രാജാവിനെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന ഒരാളാണ് ഹാമാൻ. അപ്പോൾ ഹാമാന് വലിയ പദവിയും രാജാവ് കഴിഞ്ഞാൽ ചില സ്ഥാനങ്ങളും ഹാമാന് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഹാമാൻ എന്ത് പറഞ്ഞാലും ആ കാര്യം നടക്കും എന്നുള്ളതാണ് അതിൻ്റെ വിഷയം.
ഈ പദവി ഹാമാന് കിട്ടിയപ്പോൾ എല്ലാവരും ഹാമാനെ കുമ്പിട്ടു, വണങ്ങി. എന്നാൽ മൊർദെഖായി എന്ന യഹൂദനോ കുമ്പിട്ടില്ല. എല്ലാവരും ചോദിച്ചു, എല്ലാവരും കുമ്പിടുന്നല്ലോ, നീ മാത്രം കുമ്പിടാത്തത് എന്താ? നീ മാത്രം ആ, ഹാമാനെ ശ്രദ്ധിക്കാത്തതും ഹാമാന് മുമ്പിൽ ഉണങ്ങാത്തതും എന്താ? അപ്പോ മൊർദെഖായി പറഞ്ഞു, ഞാൻ യഹൂദനാണ്, ഞാൻ ദൈവത്തിന് മുമ്പാകെ മുട്ടുമടക്കുന്നവനാണ്. ഞാൻ മനുഷ്യന്റെ മുമ്പാകെ കുമ്പിടുകയില്ല. കുമ്പിടുന്നത് ഞാൻ മറ്റുള്ള വന്ദനം ചെയ്യുന്നു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ വണങ്ങുന്നത്, കുമ്പിടുന്നത് അത് ദൈവത്തിന് മുമ്പാകെ മാത്രമേ. ദൈവത്തിന്റെ വൃതന്റെ പ്രത്യേകതയാണ് നമ്മൾ പഠിക്കുന്നത്. ബാലിന് മടങ്ങാത്ത മുഴങ്കാലും ബാലിനെ ചുംബനം ചെയ്യാത്ത അധരങ്ങളും. അതായത് ദൈവത്തെ അല്ലാതെ മറ്റാരെയും കീർത്തിക്കുകയില്ല. അധരം കൊണ്ട് പുകഴ്ച പറയണമെങ്കിൽ, പ്രശംസിക്കണമെങ്കിൽ ദൈവത്തെ മാത്രമേ പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്യൂ. ദൈവത്തിന് മുമ്പാകെ മാത്രമേ കുമ്പിടുകയുള്ളൂ, മറ്റാരുടെ മുമ്പിൽ കുമ്പിടുകയില്ല. ഇത് യഹൂദന്റെ സ്വഭാവമാണ്. ഈ വാക്ക് പറയുന്നതോടുകൂടി കേട്ടവർ ഇത് പ്രസിദ്ധമാക്കി. ഹാമാനെ എല്ലാവരും കുമ്പിടുന്നത് പോലെയല്ല മൊർദെഖായി കുമ്പിടുകയില്ല, കാരണം അവൻ യഹൂദനാണ്. അപ്പോൾ തന്നെ രാജ്യത്ത് പലയിടങ്ങളിലും കുമ്പിടുന്നുണ്ട്. യഹൂദന്മാർ തന്നെ കുമ്പിടുന്നവരുണ്ടാകാം. ഏത് കാലഘട്ടത്തിലും ശേഷിപ്പ് എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, കൃപയാൽ ഈ കാലഘട്ടത്തിലും ഒരു ശേഷിപ്പിനെ ദൈവം കരുതിയിട്ടുണ്ട്. അപ്പോൾ യഹൂദനായാൽ പോരാ, യഹൂദന്മാരിൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലുകളും ബാലിനെ ചുംബനം ചെയ്യാത്ത അധരങ്ങളുമുള്ള കൂട്ടരെ ശേഷിപ്പ് എന്ന് പറയുന്നു. അത് എല്ലാ വിശ്വാസികളുടെ ഇടയിലും ഉണ്ട്. അത് പണ്ട് കാലത്തുമുണ്ട്, ഈ കാലത്തുമുണ്ട്. അതുകൊണ്ടാണ് ദൈവം യഹോവഭക്തന്മാരായ വലിയവരെയും ചെറിയവരെയും അനുഗ്രഹിക്കും എന്ന് പറയുന്നത്. ഈ കാരണങ്ങൾ, അതിലൊരു കാരണം ഇതാണ്. ചിലർ വ്രതന്മാരുണ്ട്, കുമ്പിടുകയില്ല, മനുഷ്യനെ കുമ്പിടുകയില്ല. ഞാൻ യഹോവയായ കർത്താവിന്റെ വീര്യപ്രവൃത്തിയോട് മാത്രം വരും, ദൈവത്തെ മാത്രമേ കീർത്തിക്കൂ. മറ്റാരുടെയും പ്രശംസ അവരുടെ വായിൽ നിന്ന് വരില്ല. കാരണം അവർ സാക്ഷാൽ ഇസ്രായേല്യരാണ്. ഒരു സാക്ഷാൽ ഇസ്രായേല്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കണം, ക്രിസ്തുവേശുവിൽ മാത്രം പ്രശംസിക്കണം, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കണം. അവരുടെ പ്രശംസ എന്ന് പറയുന്നത് ദൈവത്തിൽ മാത്രമായിരിക്കും. അവർ മുഴങ്കാൽ മടക്കുന്നത് ദൈവത്തിന് മുമ്പാകെ മാത്രമായിരിക്കും. ഈ കാര്യം അവര് പവിത്രമായിട്ട് സൂക്ഷിക്കുന്നതാണ്. ഇത് തന്നെയാണ് ദൈവം ഒരു മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം എപ്പോഴും മനുഷ്യനിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് മുഴങ്കാലുകൾ, അധരം, കണ്ണുകൾ. കാരണം വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കാത്ത കണ്ണുകൾ, അന്യദൈവങ്ങളെ കീർത്തിക്കാത്ത അധരങ്ങൾ, ദൈവത്തിന് മുമ്പാകെ മറ്റെങ്ങും മടങ്ങാത്ത മുഴങ്കാലുകൾ. ഇങ്ങനെയുള്ളവരെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള വ്രതന്മാരെയാണ് ആത്മീയ കന്യകമാർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവർക്ക് കർത്താവിന്റെ നാമം യഥാർത്ഥത്തിൽ വെളിപ്പെടുകയുള്ളൂ. അങ്ങനെ ഇവിടെ ആ കാലഘട്ടത്തിലുള്ള ശേഷിപ്പാണ് മൊർദെഖായി. മൊർദെഖായി കുമ്പിടുകയില്ല ഹാമാന്. വിഷയമായി ഹാമാൻ പ്രതികാരം കൊണ്ട് നിറഞ്ഞു. അപ്പോ ഹാമാൻ മൊർദെഖായിയുടെ നേരെയല്ല പ്രതികാരം കൂടുതലും ഉണ്ടായത്. അവൻ ഒരാളെ വേണമെങ്കിൽ കൊന്നുകളയാം. രാജാവിനോട് അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ മൊർദെഖായി തന്നെ കുമ്പിടുന്നില്ല, അല്ലെങ്കിൽ രാജകൽപ്പന അനുസരിക്കുന്നില്ല, അവനെ കൊന്നുകളയട്ടെ എന്ന് ചോദിച്ചാൽ രാജാവ് സമ്മതിക്കും. കാരണം രാജാവുമായിട്ടുള്ള ബന്ധം വലിയ ദൃഢബന്ധമാണ് ഹാമാന്റെ.
പക്ഷെ അത് അങ്ങനെയല്ല. അവൻ പറഞ്ഞ വാക്ക് ഇതാണ്: കുമ്പിടാതിരിക്കുക എന്ന് മാത്രമല്ല, ഞാൻ കുമ്പിടുകയില്ലെന്നല്ല പറഞ്ഞത്. ഞാൻ ഒരു യഹൂദനാണ്, മനുഷ്യരെ കുമ്പിടുകയില്ലെന്നാണ്. അവന്റെ പ്രതികാരം മുഴുവനും ഈ യഹൂദന് നേരെ തിരിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നമ്മൾ ഈ വിഷയം ഇങ്ങനെ ചിന്തിക്കുന്നതിന്റെ കാരണം, ഒരു മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെട്ടാൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്, ശുദ്ധീകരണത്തിൽ നിന്നാൽ, ശുദ്ധീകരിക്കപ്പെട്ടാൽ അവനെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഇതാ പറഞ്ഞതിന്റെ സാരം. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടാനുള്ള ആരംഭമാണ് മനുഷ്യന്റെ തീരുമാനം. അതിനാണ് കഴിഞ്ഞ 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 പാഠത്തിൽ നമ്മൾ ചിന്തിക്കാൻ ഇടയായി തന്നത്, തീരുമാനം. ഹൃദയ നിർണയത്തോടു കൂടി മാത്രമേ ഒരു വിശ്വാസ ജീവിതം വളർച്ചയിലേക്ക് വരുന്നുള്ളൂ. ഇല്ല എങ്കിൽ എന്നും ആത്മാവുണ്ട്, കൃപാവരങ്ങളുണ്ട്, പ്രവചനമുണ്ട്, ശുശ്രൂഷകളുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ വളർച്ചയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്നും നിൽക്കും. 1 വർഷമല്ല, 10 വർഷമല്ല, 100 വർഷമായിരുന്ന അങ്ങനെ നിന്ന് പോകുന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, മൊർദെഖായി എന്ന യഹൂദനെ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയാനായിട്ട് ഹാമാൻ തീരുമാനിച്ചതിന്റെ കാരണം മൊർദെഖായിയുടെ ഉള്ളിലെ തീരുമാനമാണ്: ഞാനൊരു യഹൂദനാണ്, മനുഷ്യനെ കുമ്പിടുകയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ശുദ്ധീകരണത്തിനുള്ള ആരംഭം. ഒരു മനുഷ്യൻ തന്നെത്താൻ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് ഉപയോഗ്യമായ പാത്രമായി തീരാനുള്ള ശുദ്ധീകരണത്തിന്റെ ആരംഭം കുറിക്കുന്നതിന്റെ ഒരു കാര്യമാണ് സാക്ഷാൽ യഹൂദന്റെ സ്വഭാവത്തിന് വേണ്ടി തീരുമാനമെടുക്കുക എന്നുള്ളത്. സാക്ഷാൽ യഹൂദന്റെ സ്വഭാവത്തിന് വേണ്ടി. സാക്ഷാൽ യഹൂദന്റെ സ്വഭാവം എന്താണ്? യഹൂദന് മാത്രം കഴിയുന്ന സ്വഭാവങ്ങളുണ്ട്. ആ യഹൂദന്റെ സ്വഭാവത്തിലൊന്നാണ് മനുഷ്യനെ കുമ്പിടുകയില്ല. അതോടുകൂടി പ്രശ്നങ്ങൾ ആരംഭിച്ചു. മൊർദെഖായിയെ മാത്രമല്ല, സകല യഹൂദന്മാരെയും കൊന്നുമുടിക്കാനായിട്ട് രാജാവിനെ സ്വാധീനിച്ച്, രാജാവിൽ നിന്ന് കൽപ്പന പ്രാപിച്ച്, മുദ്രയിട്ട എഴുത്തുമായിട്ട് രാജ്യത്ത് മുഴുവൻ വിളംബരം ചെയ്തു. ആധാർ മാസം 13-ാം തീയതി എല്ലാ യഹൂദന്മാരെയും കൊന്നുമുടിച്ച് ഇല്ലാതെയാക്കാൻ, അവരുടെ വസ്തുവകളൊക്കെയും കൊള്ളയടിക്കാൻ മറ്റു ജാതികൾക്ക് അധികാരം കൊടുക്കുന്ന ഒരു പത്രമായിരുന്നു ഇത്. ദേശത്തെങ്ങും കൊണ്ടുവന്നു രാജകൽപ്പനയാണ്, മാറ്റമില്ലാത്ത കൽപ്പനയാണ്. എല്ലാവർക്കും അത് കൊണ്ടുപോയി കൊടുത്തു. ദേശത്തെങ്ങും അത് വായിച്ചു. യഹൂദന്മാരുടെ കയ്യിലും കിട്ടിയത്. സംഭവിക്കാൻ പോകുന്നത് ആധാർ മാസം 13-ാം തീയതി കാര്യങ്ങൾ വേറെ തരത്തിലേക്ക് തിരിയാൻ പോവാണ്. ആധാർ മാസം 13-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ യഹൂദന്മാരില്ല, ഉണ്ടെങ്കിൽ തന്നെ അവരടിമകളാണ്. ആ നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അവിടെ ഒരു നിലവിളി, യഹൂദന്മാരുടെ നിലവിളി ദേശത്തെങ്ങും മുഴങ്ങി. കാരണം കുഞ്ഞുങ്ങളെ നോക്കി, തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നോക്കി, തങ്ങളെ തന്നെ നോക്കി, തങ്ങളുടെ ആയുഷ്കാലം ആധാർ മാസം 13-ാം തീയതി വരെയേ ഉള്ളൂ. അങ്ങനെ അവർ ചിന്തിച്ചിരിക്കുക. ഈ സമയമായപ്പോഴേക്കും, ആധാർ മാസം 13-ാം തീയതി ആയപ്പോഴേക്കും യഹൂദന്മാർ ഒരുമിച്ച് കൂടി. കാരണം ഏതായാലും നമ്മൾ നശിക്കാൻ പോവാ. എല്ലാവരും ഐക്യമത്യമായപ്പെട്ടു. വരുന്ന ശത്രുക്കൾ ആരെന്ന് മനസ്സിലാക്കി എല്ലാം ജാതികളിൽ നിന്ന് വേർതിരിഞ്ഞ് യഹൂദന്മാർ ഐക്യമത്യപ്പെട്ടു. ദൈവത്തിന്റെ കരമായിരുന്നു. ഓർക്കണം, യഹൂദന്റെ സ്വഭാവത്തിന് വേണ്ടി ഒരാള് ജീവിതത്തിൽ തീരുമാനമെടുത്ത സമയം മുതൽ ദൈവത്തിന്റെ പ്രവൃത്തി വരുന്ന പ്രവൃത്തിയാണ്. ദൈവത്തിന്റെ ജനത്തിന് വരുന്ന അഭിവൃദ്ധിയാണ്. അത്രമാത്രം ഭയങ്കരമായ ഒരു അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ ജനം നീങ്ങി. എന്നാൽ കാര്യങ്ങൾ മറിഞ്ഞു വന്നു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ആധാർ മാസം 13-ാം തീയതി വന്നപ്പോഴേക്കും യഹൂദന്മാരുടെ ശത്രുവായ ഹാമാൻ
തൂക്കിലേറ്റപ്പെട്ടു. യഹൂദന്മാർക്കെതിരെ ആരെല്ലാം ആയുധമൊരുക്കി അവരെ കീഴടക്കാനും കൊന്നുമുടിക്കാനും ഒരുങ്ങിയിരുന്നുവോ അവരെയെല്ലാം മനസ്സിലാക്കി അവരെയെല്ലാം യഹൂദന്മാർ ഒരുമിച്ച് കൂടി കൊന്നുകളയാനിടയായിത്തീർന്നു. ഭയം കൊണ്ട് ദേശത്തെങ്ങും രാജ്യത്തെങ്ങും യഹൂദന്മാരെ കുറിച്ചുള്ള ഭയം കൊണ്ട് അനേകർ യഹൂദന്മാരായി തീർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് മൊർദെഖായി എന്ന ആ ഒരൊറ്റ മനുഷ്യനെ ദൈവം ഉപയോഗിച്ച ഉപയോഗം നിമിത്തം ഇസ്രായേൽ ജനം ജാതികളിൽ നിന്ന് വേർതിരിഞ്ഞു. ദൈവനാമം അവരുടെ ഇടയിൽ മഹത്വപ്പെട്ടു. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ശ്രേഷ്ഠപാത്രമാക്കി അവൻ ഉയർന്നു. മാത്രമല്ല, ഹാമാന്റെ ഭാര്യ ഇപ്രകാരം ഹാമാനെ ഉപദേശിച്ചു. ഹാമാനോട് പറഞ്ഞു, മൊർദെഖായിയുടെ മുമ്പിൽ നീ തോൽക്കുന്നുണ്ടോ? നീ വീഴാൻ തുടങ്ങിയല്ലോ. ഒരു കാര്യം ഓർത്തുകൊള്ളുക, അവനൊരു യഹൂദ വംശക്കാരനാകുന്നെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. അവന് യഹൂദ വംശക്കാരനാകുന്നെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. എന്തുകൊണ്ട്? അവൻ യഹൂദ വംശക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ സ്വഭാവം കാണിക്കണം. യഹൂദന്റെ സ്വഭാവത്തിന് വേണ്ടി ആര് സമർപ്പിക്കുന്നുവോ, യഹൂദന്റെ സ്വഭാവത്തിന് വേണ്ടി ആര് ആഗ്രഹിച്ച് തീരുമാനമെടുക്കുന്നുവോ, അവിടെ മുതൽ അവന് ആത്മീക വളർച്ച ദൈവം കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അതിനാൽ അവൻ വിശദീകരിക്കപ്പെടും. അവന്റെ ഉദ്ദേശം, അവന്റെ ആ സ്വഭാവം ദൈവം വെളിപ്പെടുത്തും. അതിനാൽ അവൻ ശുദ്ധീകരണത്തിൽ പൂർത്തീകരണം പെടും. ദൈവം ആ പാത്രത്തെ ഉപയോഗിക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് വേർതിരിഞ്ഞ് തൻ്റെ ദൈവജനത്തിനൊക്കെയും അത് രക്ഷയായും തീരും. അതാണ് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നത്. കഷ്ടത വരുമ്പോൾ അതിന് പിന്മാറരുത്. കാരണം കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. കഷ്ടതയിൽ കൂടി വരുമ്പോൾ സഹിക്കണം. കർത്താവിൻ്റെ കൃപയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് തരും. കാരണം കഷ്ടത സഹിക്കാനുള്ള ദൈവശക്തി തരുന്നത് കർത്താവാണ്. അങ്ങനെ സഹിച്ചു കഴിഞ്ഞാൽ സഹിഷ്ണുത സിദ്ധത എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. പ്രോവൻ ക്യാരക്ടർ എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്വഭാവമാണ്, ദിവ്യ സ്വഭാവമാണ്. അത് കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുമ്പോൾ മാത്രം കിട്ടുന്നതാണ്. ആ സ്വഭാവം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിൽക്കുന്നവന് മാത്രമാണ് യഥാർത്ഥ പ്രത്യാശ ഉണ്ടാവുക. എല്ലാവരും പ്രത്യാശയും കർത്താവ് വന്നാൽ നമുക്കങ്ങ് പോവാം. ഏത് സമയത്ത് വന്നാലും നമ്മൾ കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ പോയി ഇതൊക്കെ പറയാം. പക്ഷേ പ്രത്യാശിക്കണമെങ്കിൽ അവൻ സിദ്ധതയുള്ളവനായിരിക്കണം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവനായിരിക്കണം. അവന് മാത്രമേ പ്രാഗൽഭ്യത്തോടെ കാത്തിരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്കറിയില്ല. സിദ്ധതയുണ്ടാകും. ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാകണമെങ്കിൽ സഹിഷ്ണുത കാണിക്കണം. അതാണ് ക്രിസ്തുവിന്റെ സഹിഷ്ണുത. സഹിഷ്ണുത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് കഷ്ടത അനുവദിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ സ്വഭാവമാണ് സഹിഷ്ണുത. ആ സഹിഷ്ണുതയ്ക്ക് വേണ്ടി ആരെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അവൻ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലും പ്രത്യാശയിലും എത്തിച്ചേരും. അവനെ ദൈവം ഉപയോഗിക്കുകയും ചെയ്യും. കാരണം അവൻ വിശുദ്ധീകരിക്കപ്പെട്ട് ക്രിസ്തുയേശു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധ അവനെ നടത്തി പൂർത്തീകരണത്തിൽ എത്തിക്കുന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.